മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണെന്ന മുസ്ലിം ലീഗ് നിലപാട് തന്നെയാണ് UDF-ന്റേതെന്ന് NK പ്രേമചന്ദ്രൻ MP. മുസ്ലിം ലീഗിന്റെ നിലപാടിൽ UDF-ൽ തൃപ്തിയാണെന്നും NK പ്രേമചന്ദ്രൻ വ്യക്തമാക്കി. അതേസമയം വയനാട് ദുരന്ത സഹായത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന മുസ്ലിം ലീഗിന്റെ നിലപാടിനോട് UDF-ന് 100% യോജിപ്പാണെന്ന് RSP നേതാവും MP-യുമായ NK പ്രേമചന്ദ്രൻ വ്യക്തമാക്കി. ലീഗ് നിലപാടിൽ UDF-ൽ ഒരു തരത്തിലുള്ള അതൃപ്തിയുമില്ലെന്നും വിഷയം UDF ചർച്ച ചെയ്തതായും NK പ്രേമചന്ദ്രൻ സൂചിപ്പിച്ചു. മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ UDF-ന്റെ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവും അതുപോലെ ഇതിൽ വേണ്ടി വന്നാൽ ഒരു കക്ഷി എന്ന് വിശേഷിപ്പിക്കുക, കക്ഷി അല്ലെങ്കിൽ പോലും ഒരു അഫക്റ്റഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനും കൃത്യമായി വ്യക്തമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് UDF-ൻ്റെ നിലപാട്. അതിന് നിയമപരവും സാങ്കേതികവുമായിട്ടുള്ള ധാരാളം വശങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് കൃത്യമായി എണ്ണിയാണ് 3 കാരണങ്ങളുടെ പേരിലാണ്. അതെല്ലാവരും പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളതാണ്. വില കൊടുത്ത് വാങ്ങേണ്ടതല്ല വഖഫ് ഭൂമി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. അതൊക്കെ കോടതിയാണ് പരിശോധിക്കേണ്ടത്. അതേസമയം വയനാട് ദുരന്ത സഹായവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഗുരുതര വീഴ്ച സംഭവിച്ചതായി NK പ്രേമചന്ദ്രൻ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ഡിസാസ്റ്റർ അസസ്മെന്റ് നോട്ട്, അതായത് ഡിസാസ്റ്ററിന് ശേഷമുണ്ടായിട്ടുള്ള വിലയിരുത്തൽ, ഉണ്ടായ ഡിസാസ്റ്ററിൻ്റെ ആഘാതത്തെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ റിപ്പോർട്ട് ലഭിച്ചത് 13/11/2024 എന്ന് പറഞ്ഞാൽ 4 മാസം പിന്നിട്ടതിന് ശേഷമാണ് സംസ്ഥാന ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ഗുരുതരമായ കാലവിളംബമാണ് ആ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. 2, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് SDRF ഇനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ 500-ലധികം കോടി രൂപയുണ്ട് എന്ന് ഗവൺമെൻറ് തന്നെ പറയുന്നു. 1-2 പ്രാവശ്യം കേന്ദ്ര ഗവൺമെൻറ് കത്തെഴുതി നിങ്ങളുടെ കൈവശം ഇത്രയും ഫണ്ടുണ്ട്, നിങ്ങൾക്കത് ചിലവാക്കാവുന്നതേ ഉള്ളൂ. സംസ്ഥാന ഗവൺമെൻറ് സാങ്കേതികത്വത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ചിലവാക്കുക, കാരണം നോംസ് അനുസരിച്ചിട്ടാണ്. വയനാട് ദുരന്ത സഹായ ഫണ്ട് സംബന്ധിച്ച വസ്തുതകൾ വെളിവായിട്ടും സർക്കാരോ റവന്യൂ മന്ത്രിയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും പ്രേമചന്ദ്രൻ സൂചിപ്പിച്ചു. ജനം, ഡൽഹി.